ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു സ്പൈസി ചിക്കൻ റാഞ്ച് പിസ്സ ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സൂപ്പർ പിസ്സയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ഒണിയൻ പൗഡർ, പിന്നെ പാഴ്സ്ലി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ചിക്കൻ ടിക്ക മസാല അതൊരു 1-1.5 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 1 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് പിസ്സ ഡോ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു ബൗളിലോട്ട് ആദ്യം 2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഉപ്പ് ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറയെ ഈസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടത്. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്നെല്ലാം മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി അരച്ചിട്ട് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുക. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാലും മതി. എനിക്ക് തോന്നുന്നത് ബട്ടറിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഓയിലാന്ന് തോന്നുന്നു. കുറച്ചൊന്ന് സോഫ്റ്റ് ആകാനും പിന്നീട് കുറേ നേരം വെക്കുമ്പോൾ എല്ലാം. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ ഓയിലിട്ടാലും കുഴപ്പമില്ല. ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ്, ചൂട് കൂടി പോരുത്. അപ്പോൾ ഞാൻ 1 കപ്പ് നിറയെ പാൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇളം ചൂടാക്കിയ പാല അതിൽ നിന്ന് ഞാനൊരു 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ കുറേശ്ശെ നോക്കി ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ പിസ്സ ഡോ എന്ന് പറയുന്നത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിരിക്കണം, അധികം ഹാർഡായി പോരുത്. എന്നിട്ട് വീണ്ടും ഞാനിതാ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഹാർഡ് പോലെ തോന്നിയത് കൊണ്ട് ഞാനൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഒരു കപ്പ് നിറയെ, 1 കപ്പും പിന്നെ ഒരു ഇത്തിരി അധികമേ ഉള്ളൂ. അങ്ങനെയാണ് അളവ് പാലിൻ്റെ. പാലെല്ലാം ഇളം ചൂടായിരിക്കണം, ചൂട് കൂടി പോകരുത്. എന്നിട്ട് എല്ലാം നല്ലോണം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കാം. ഇനി ആ കുഴച്ച മാവ് നമുക്കവിടെ ഒന്ന് അടച്ചു വെക്കാം, നല്ലോണം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പാൻ ചൂടായി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാകുമ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ചെറിയ തീയിൽ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
ഇനി ചിക്കൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്കൊരു പിസ്സ സോസ് റെഡിയാക്കാം. സാധാരണ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കാനെല്ലാം കിട്ടും. പിന്നെ പക്ഷെ നമ്മളത് എപ്പോഴും യൂസ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അത് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ സോസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു 1/2 കപ്പ് ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക ഒരു ബൗളിലോട്ട്. അപ്പോൾ സോസ് ഇല്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ് ഉണ്ടല്ലോ, അതൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ പിസ്സ സോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിട്ടുള്ള ചിക്കൻ എന്തായി നോക്കാം. ഇനിയിപ്പോൾ അതിതാ ഒരു സൈഡായിട്ടുണ്ട്, ഞാനത് മറ്റേ സൈഡും എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം. ഒരു ചെറിയ തീയിലോ മീഡിയം തീയിലോ വെച്ചിട്ട് 2 സൈഡും കുക്കാകുന്ന വരെ. ഇനി ഇതാ നമ്മളെ സ്പെഷ്യൽ റാഞ്ച് സോസ് ഉണ്ടാക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ. ഇതെന്തായാലും മേലെ എന്താ ഒഴിക്കാനുള്ളത്, അതെന്തായാലും വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു 6 ടേബിൾ സ്പൂൺ മയണൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ പാസ്ലി, പിന്നെ ഗാർലിക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ, പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക്, പാലുണ്ടല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ റാഞ്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതും അവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കോരി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള എല്ലാം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ച് വീണ്ടും. ഇനിയിപ്പോൾ ഞാനിത് 2 ട്രേയിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു 2 ട്രേയിലാണ് പരത്തുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം ട്രേയിലോട്ട് കുറച്ചൊന്ന് ഓയിലൊന്ന് എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തരി ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ മൈദയല്ലോ ആക്കുക. അപ്പോൾ ഞാനിന്ന് കുറച്ച് തരി ഇട്ടിട്ടുള്ള കുറച്ച് മതി. എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഒന്നാക്കിയിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ടിതാ 2 നല്ലോണം എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തടി വേണോ അതോ കുറച്ച് നേരിയതായിട്ട് വേണോ, അതെല്ലാം നിങ്ങളെ ഇഷ്ടം. എന്നിട്ടൊരു ഫോർക്ക് കൊണ്ടെല്ലാം ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക, അധികം പൊന്തി വരെയില്ല.
ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നിറയെ നല്ലോണം എല്ലാ സൈഡും ആവണം. എന്നിട്ട് ഇതിലേക്ക് ആദ്യം കുറച്ചൊന്ന് ചീസ് ഇട്ട് കൊടുക്കുക. നമ്മൾ മേലെയും ചീസ് ഇടുന്നുണ്ട്. ആദ്യം കുറച്ച് താഴെ ഒന്ന് സോസ് തേച്ചതിന് ശേഷം മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കുക 2 ട്രേയിലും. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും എല്ലാ സൈഡും എന്താ പറയുക എത്തണം നിറയെ. പിന്നെ ഞാൻ കുറച്ച് ഒലീവ്സ് ഈ ചിക്കൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ചീസെല്ലാം ഇട്ടിട്ട് ഏറ്റവും മേലെ ഇടുന്നത്. കുറച്ച് ഒലീവ്സ് ഇട്ടിട്ട് പിന്നെ വീണ്ടും ചീസ്. അപ്പോൾ ചീസ് സോസെല്ലാണല്ലോ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിറയെ ചീസ് ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഒലീവ്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉള്ളി ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്യില്ലേ, അങ്ങനെ ഇടുക. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഉള്ളിയും ക്യാപ്സിക്കവും. അല്ലെങ്കിൽ വെറുതെ തന്നെ ചീസും ചിക്കനും അങ്ങനെയും റെഡിയാക്കുക. പിന്നെ കുറച്ച് ക്യാപ്സിക്കം മേലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 കളറും ഉള്ളതുകൊണ്ട് ഇടുന്നത്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക റെഡിയായി വന്ന് കഴിയുമ്പോൾ മേലെ ഇങ്ങനെ കളർഫുള്ളായി ഒരു കുറച്ച് മുഞ്ചിന് വേണ്ടിയിട്ട് മേലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതുമെല്ലാം ഇട്ടിട്ട് ഇനി നമുക്കൊരു പ്രീ ഹീറ്റ് ചെയ്ത അവനിലോട്ടൊരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ആ ഒരു ചീസും എല്ലാം നല്ലോണം മെൽട്ടായി എന്താ പറയുക ആ ഡോ എല്ലാം നല്ലോണം ഒന്ന് കുക്കാകുന്നെല്ലാം നോക്കുക. അപ്പോൾ നമ്മളിത് അവനിലോട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിസ്സ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ചീസെല്ലാം നല്ലോണം മെൽട്ടായിട്ടുണ്ട്, എല്ലാം അടിഭാഗം എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അറിയാലോ, പിന്നെ തീരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ എല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും ചൂടോടെ തന്നെ കഴിക്കാനും. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റാഞ്ച് സോസ് ഇതേപോലെ ഒന്ന് മേലെ എല്ലാം ഒന്ന് എന്താ പറയുക ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മേലെ അതിങ്ങനെ ഒഴിച്ചിട്ടൊന്ന് കഴിക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ചിക്കൻ റാഞ്ച് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.